ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും IRB CPO എക്സാമൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻസിൻ്റെ ഡീറ്റെയിൽസാണ്. കേരള PSC ജൂലൈയിലാണ് CPO IRB എക്സാം നടത്തിയത്. ഒറ്റ എക്സാം ആയിരുന്നു. ഇതിൻ്റെ ആൻസർ കീയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് CPO IRB റിസൾട്ടൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് നേരത്തെ വരാനും സാധ്യതയുണ്ട്. നിലവിലെ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ 15 അവസാനിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഫിസിക്കലൊക്കെ നടത്തിയാലേ അവർക്ക് വീണ്ടും കേരള PSCക്ക് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ 8 ഐറ്റംസ് ഉണ്ട് മൊത്തത്തിൽ. അതിൽ 5 എണ്ണം പാസ്സാവണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് 100 മീറ്റർ ഓട്ടമാണ്. അത് 14 സെക്കൻഡ് സമയമുള്ളൂ. ഒറ്റ ചാൻസിൽ 100 മീറ്റർ 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കണം. രണ്ടാമത്തേത് ഹൈ ജമ്പിനൊക്കെ 3 ചാൻസ് ഉണ്ട് കേട്ടോ. അത് 132.20 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും. മൂന്നാമത്തേത് ലോങ് ജമ്പ്. അത് 457.20 സെൻറ്റിമീറ്ററാണ്. ഈ ലോങ് ജമ്പ് ഹൈ ജമ്പിനൊക്കെ 3 ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ 100 മീറ്റർ റേസിന് മാത്രമാണ് ഒറ്റ ചാൻസ്. അടുത്തത് ഷോട്ട് പുട്ടാണ്. അത് 6 മീറ്ററിലധികം ദൂരം നമ്മൾ എറിയണം. 7 കിലോയിലധികം ഭാരം ഉണ്ടാകും ഷോട്ടിന്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 7264 ഗ്രാം ഉണ്ടാകും ഷോട്ട് പുട്ടിന്. പിന്നെയുള്ളത് ക്രിക്കറ്റ് ബോളാണ്. അത് 60 മീറ്ററിലധികം എറിയണം. അതായത് 6096 സെൻറ്റിമീറ്റർ. പിന്നെ റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. റോപ്പ് ക്ലൈമ്പിങ് 365.80 സെൻറ്റിമീറ്റർ. പിന്നെ പുള്ളപ്സ് അല്ലെങ്കിൽ ചിന്നിങ് 8 തവണ എടുക്കണം. അവസാനത്തേതായിട്ട് 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റും 44 സെക്കൻഡും കൊണ്ട്. അപ്പോൾ ഈ 8 ഐറ്റത്തിലും എനിക്ക് ഇത്തിരി റിസ്കി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ലോങ് ജമ്പും ക്രിക്കറ്റ് ബോൾ ത്രോയുമാണ് കേട്ടോ. ഈ ലോങ് ജമ്പ് പ്രത്യേകം ശ്രദ്ധിച്ച് കൊള്ളണം. നിങ്ങൾ ഈ ചാടി കാലിൽ നിൽക്കാൻ ശ്രമിക്കല്ലേ. ഈ ബട്ടക്സിൽ തന്നെ ഇരുന്ന് എഴുന്നേൽക്കുക. കാലിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇവൻറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതേപോലെ ക്രിക്കറ്റ് ബോൾ ത്രോ. നമ്മൾ ഈ ടെന്നീസ് ബോളിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ കരുതും ഇപ്പോൾ അറിയാം എന്നൊക്കെ കരുതും. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. പക്ഷേ എറിഞ്ഞു കഴിഞ്ഞാലേ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അത് എറിഞ്ഞു കഴിഞ്ഞിട്ട് കൈ ചീത്തയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം റോപ്പ് ക്ലൈമ്പിങ്ങോ പുള്ളപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിക്കറ്റ് ബോൾ എറിയുന്നവർ കളിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് വേണം. അത് പെട്ടെന്നൊരു ദിവസം നമുക്ക് പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ചെറിയ രീതിയിൽ വാമപ്പൊക്കെ ചെയ്യുക. ഗ്രൗണ്ടിലൊക്കെ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ തുടങ്ങാം. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വാമപ്പൊക്കെ നന്നായിരിക്കും. പിന്നെ നിങ്ങളുടെ ബോഡി ഒന്ന് ശരിയായിക്കൊള്ളണം. കാരണം ചെസ്റ്റൊക്കെ മെഷർമെൻറ്റ്സൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലിനൊന്നും വരേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് ബോഡിയൊക്കെ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യുക. ചെസ്റ്റിൻ്റെ എക്സ്പാൻഷനൊക്കെ കറക്റ്റ് ആണോ, ഹൈറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇതുവരെയും ഫിസിക്കലായിട്ട് ഒരു വാമപ്പൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ മാർക്കിൽ CPO IRB മാർക്കിലൊക്കെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഇപ്പോഴേ തുടങ്ങാം. കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള വാമ്പ് രാവിലെ എഴുന്നേറ്റ് ഒരു 10-15 മിനിറ്റ് ചെറിയ രീതിയിലുള്ള വാമ്പൊക്കെ ചെയ്യുക. പുഷപ്സൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ ചെസ്റ്റ് എക്സ്പാൻഷനൊക്കെ നന്നായിരിക്കും. എല്ലാ CPO IRB ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. മറ്റ് PSC അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്